അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ബ്രോസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. നമുക്ക് ബ്രോസ്റ്റ് ഇഷ്ടപ്പെടുന്ന തന്നെ നമ്മൾ പല ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴും ചില ബ്രോസ്റ്റിൻ്റെ കട്ടിങ്ങിലൊക്കെ നമ്മൾക്ക് പല ചെറുതായിട്ടും വലുതായിട്ടൊക്കെ കാണാം, ഓരോ പീസുകളൊക്കെ കാണാം. അത് കത്തിയോണ്ട് കട്ട് ചെയ്യണവരുണ്ട്, മെഷീനിൽ കട്ട് ചെയ്യണമുണ്ട്. മെഷീനിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 95% എല്ലാ പീസും ആ ബ്രോസ്റ്റിൻ്റെ പീസ് എല്ലാം ഒരേ രീതിയിലേക്കാരം കിട്ടുക അല്ലേ. കത്തിയോണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് ചിലപ്പം ഒരു വലിയ വെട്ടത്തിയോണ്ട് എങ്ങനെയൊക്കെയാണ് വെട്ട് ചെയ്ത് കണ്ട് ഒരു കടമണ് തീർക്കലാണ്, കടക്കാർക്കൊക്കെ കൊടുത്തുകാണ്ട്. അപ്പോൾ ചെറിയ പീസ് വലുതേക്കാരം, ചെറിയ പീസ് ചെറുതേക്കാരം, അങ്ങനെയൊക്കെ വരും അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ കത്തിയോണ്ടെന്ന് എങ്ങനെയാണ് ബ്രോസ്റ്റ് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടു നോക്കിയിട്ട് ഞങ്ങളെ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് 1 കിലോൻ്റെ ചിക്കനാണ്. അപ്പോൾ ബ്രോസ്റ്റിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ 8 പീസാണ് വരല്. ഫ്രൈഡൊക്കെയാണ് 9, 10, 12 ആക്കൽ. അപ്പോൾ ബ്രോസ്റ്റ് കഴിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഒരു ഫുൾ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 പീസാണ്. അതിലൊരു നെഞ്ഞി ഭാഗം വരും, ഒരു കയ്യിൻ്റെ ഭാഗം വരും, ഒരു കാലിൻ്റെ ഭാഗം വരും, ഒരു തൊടൻ്റെ ഭാഗം വരും. അപ്പോൾ 8 പീസാണ്. ആ 8 പീസ് എങ്ങനെയാണ് നമ്മൾ കത്തിയോണ്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബ്രോസ്റ്റിൻ്റെ ഒരു രീതിയിൽ അല്ലേ. അതാ ഈ ബ്രോസ്റ്റിൻ്റെ ഈ ഒരു കിണുപ്പ് കാണിച്ചാൽ ആ കിണപ്പിൽ എന്ത് ചെയ്യുക, പിടിച്ച് കഴിഞ്ഞാൽ അറിയാം നെഞ്ഞി ഭാഗം വേറെ ആയിട്ടും കാലിൻ്റെ തൊടൻ്റെ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റാക്കി കിട്ടും കേട്ടോ. കട്ട് ചെയ്യുമ്പം എപ്പോഴും നല്ല മൂർച്ചുള്ള കത്തി വേണം എടുക്കാൻ കേട്ടോ. കത്തി മൂർച്ചം കമ്മിയായാലൊക്കെ ഈ ഇതിൻ്റെ സ്കിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ കോഴി നമ്മൾ പൗഡർ ഇടുമ്പോഴൊക്കെ ഒരു ചുരുക്ക് കിട്ടില്ല. എന്താ ചെയ്യുക, നല്ല കത്തിയുള്ള മൂർച്ചുള്ള കത്തി എടുക്കുക. ഇതുപോലെ കിണപ്പിലാണ്ട് കട്ട് ചെയ്യുക. കണ്ടോളി ശരിക്കും കണ്ടോളി. ഇതാ കിണപ്പിലാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ആ പോർഷൻ്റെ ആകൃതിയിൽ കിട്ടും. കത്തി മൂർച്ചം കുറവാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കാവൂട്ടോ. എന്ത് ചെയ്യുക, ഇതേപോലെ ഈ ഒരു ഭാഗം കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ കോഴിന്ന് മലക്കി പിടിച്ചിട്ട് ഈ ഒരു സൈഡും ഇതേപോലെ ഒന്നാണ്ട് ഇതെടുത്ത് പെട്ടെന്ന് കിട്ടും. ഒരു ഭാഗമാണ്ട് ക്ലിയറായി. നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം കത്തി കൊണ്ട് നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ സാർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കത്തിലൊന്ന് കട്ട് ചെയ്യാൽ എന്താ ഇപ്പോൾ ഒരു ഭാഗം നമുക്ക് കിട്ടിയതാണ്. ബ്രോസ്റ്റിൻ്റെ ഒരു 4 പീസിനുള്ള ഭാഗം കിട്ടി. ഒരു 4 പീസ് ഈ ഇവിടെയും കിട്ടും കേട്ടോ. നമുക്ക് അടുത്തത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടുള്ള പീസൊക്കെ കിട്ടുമ്പോൾ നല്ല വൃത്തിയിലൊക്കെ കിട്ടും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ തൂക്കിയെടുക്കണ സ്കിന്ന് യാറണ്ട് ചെയ്യാണ്ട് ഇതാ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി എന്ത് ചെയ്യുക, കോഴി ഒന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെ വെച്ചാൽ നിങ്ങൾ ഇതാ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പലകമേൽ വെച്ചുകാണ്ടൊന്ന് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ വെച്ചുകാണ്ട് കുത്തനെ വെച്ചുകാണ്ട് അങ്ങനെയും കട്ട് ചെയ്യുക കേട്ടോ. അവിടെ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു 2 ഭാഗമായി. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് കാല് വേറെയും തൊട വേറെയാക്കി മാറ്റിട്ടാം. അപ്പോൾ എന്ത് ചെയ്യുക, ആ കണുപ്പിൽ നോക്കിയേക്കണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എന്തായി, തൊട കാലിൻ്റെ ഭാഗം നല്ല കണ്ടില്ല, നല്ല ചൊറുക്കിൽ കിട്ടിയാൽ നോക്കിയാണ് ഒന്നുകൂടി കണ്ടു നോക്കിയിട്ട് അതാ ആ കിണപ്പിൽ നമ്മൾ കട്ട് ചെയ്യണേ. ഓക്കെ, ഇനി ചെസ്റ്റ് പീസും കയ്യാണ് കട്ട് ചെയ്യാനുള്ളത്. അതിങ്ങനെ കട്ട് ചെയ്യണം. അത് നമ്മൾ ഈ കൗത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാവും. അതെന്ത് ചെയ്താൽ ഈ 2 സൈഡൊന്ന് അണ്ട് എടുത്തുകാണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇതാ ഇതേപോലെ. അപ്പോൾ കൗത്ത് വേറെ തന്നെ കിട്ടും, നല്ല കറക്റ്റ് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ കിട്ടും. കണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഇത് സെൻറ്ററാക്കി മാറ്റണം. ഇതിപ്പോൾ മെഷീനിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 400 കോഴി വരെ ഒട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കത്തിയാണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ സാവധാനത്തിൽ കാണിച്ചു തരാണ്. കത്തിയോണ്ടും വളരെ സ്പീഡിൽ കട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ സെൻറ്ററിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് കത്തിയിലൊന്നുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ തൊലിയൊന്നും എവിടേക്കും പോകാതെ നല്ല രീതിയിൽ കിട്ടും. ഇനി കത്തിയോണ്ട് സാറാക്കി കട്ടണം. ഒറ്റ കട്ട് ചെയ്യണവരും ഉണ്ട് കേട്ടോ. ഓരോരുത്തർ പ്രാക്ടീസിനനുസരിച്ചാണ് ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ഉള്ളവർക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അതാ 2 പീസാക്കി കിട്ടി അല്ല. ഇനി ഇതൊന്ന് 2 പീസാക്കണം. കൈ വേറെ ആയിട്ടും തൊട വേറെ ആയിട്ടും. അപ്പോൾ ഇനി എന്താ, ഈ കിണപ്പിലിതാ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയാലേ കൈയൊന്ന് കുറച്ചൊന്ന് കയറ്റി വെട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യും, കൈമലും ഉണ്ടാവും കുറച്ച് ഇറച്ചി അല്ല. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇതാ ബ്രോസ്റ്റിൻ്റെ പൊസിഷനിൽ കിട്ടില്ല. അതേപോലെ ഇതാ കൈമലുണ്ട് അത്യാവശ്യത്തിന്. ഇതാ ചിലയിടത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈമൽ നമുക്ക് വല്ലാതെ കിട്ടില്ല. ഇതാണ് ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് കിട്ടി. അപ്പോൾ എന്തായി, കറക്റ്റ് കൈയായി, നെഞ്ഞി പീസായി, തൊട പീസായി, കാല് പീസായി, അങ്ങനെ 4 ഒരു കോഴിയോട് 8 പീസൊക്കെ ഉണ്ടാകും. കറക്റ്റ് ആ പോസ്റ്റിൻ്റെ പൊസിഷൻ കിട്ടി. കൈമലും അത്യാവശ്യം ഇറച്ചിയുണ്ട് കണ്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കടക്കാർക്ക് പറ്റുന്നതിന് ഉപയോഗിച്ച് വെക്കിട്ടോ. നമുക്ക് കോഴി കൊടുന്നുകാണ്ട് എല്ലാം മൂർച്ചയൊക്കെ കത്തി നമുക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക. നല്ല ഇതോട് കൂടിയിട്ട് അല്ല, നല്ല വലുപ്പത്തിൽ കിട്ടും. മറ്റേത് കടിയിൽ നിന്ന് കോഴിക്കടക്കാർ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വലുപ്പത്തിലൊക്കെ പല മാറ്റേക്കാർ ഒരു തോന്നുന്ന മാറിയേക്കാരെ ബെറ്റർ. അപ്പോൾ എല്ലാ